ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക് ടു സ്റ്റുഡൻസ് ഗൈഡ്. നമ്മൾ കുറച്ച് ദിവസമായി ക്ലാസ് ഒക്കെ ഇട്ടിട്ട് എന്തുകൊണ്ട് ചെയ്യുന്ന സൗണ്ടൊന്നും ഉണ്ടായിരുന്നില്ല, പനിയായിരുന്നു. അതുകൊണ്ടാണ് ക്ലാസ് ഇടായിരുന്നത് കേട്ടോ. ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് ഇടുന്നതായിരിക്കും. ബയോളജിയിലെ അടുത്ത പാഠം ക്വസ്റ്റ്യൻ നമ്പർ 31. ചുവടെ തന്നിരിക്കുന്ന ചിത്രം നിരീക്ഷിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. എ. ശബ്ദഗ്രാഹികൾ കാണപ്പെടുന്ന ഭാഗം. ബി. കർണപടത്തിന് ഇരുവശത്തുമുള്ള മർദ്ദം ക്രമീകരിക്കുന്നതിനുള്ള ഭാഗം. സി. ശബ്ദതരംഗങ്ങളെ കർണനാളത്തിലേക്ക് നയിക്കുന്ന ഭാഗം. ഇത് മൂന്നുമാണ് നമ്മൾ അടയാളപ്പെടുത്തേണ്ടത്. ശബ്ദഗ്രാഹികൾ കാണപ്പെടുന്ന ഭാഗം അത് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ പേരാണ് കോക്ലിയ. ബി. കർണപടത്തിന് ഇരുവശത്തുമുള്ള മർദ്ദം ക്രമീകരിക്കുന്നതിനുള്ള ഭാഗം. ബി. ഈ ഭാഗമാണ് യൂസ്റ്റേക്യൻ നാളി. സി. ശബ്ദതരംഗങ്ങളെ കർണനാളത്തിലേക്ക് നയിക്കുന്ന ഭാഗം, അതായത് ഇതാണ് ചെവിക്കുട. ക്വസ്റ്റ്യൻ നമ്പർ 32. ചിത്രീകരണം നിരീക്ഷിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. എ. ചിത്രം തിരിച്ചറിഞ്ഞ് ഏത് അസ്ഥിയാണ് എന്ന് തിരിച്ചറിഞ്ഞ് എഴുതുക. എ ആണ് മാലിയസ്. ബി. ബിയോട് ചേർന്ന് കാണപ്പെടുന്ന സ്ഥലം ഏത്? അതിൻ്റെ ആൻസർ ആണ് ഓവൽ വിൻഡോ. ക്വസ്റ്റ്യൻ നമ്പർ 33. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തി എഴുതുക. എ. നീണ്ടു നിൽക്കുന്ന നിശാന്തത സീറോഫ്താൽമിയയിലേക്ക് നയിക്കും. ബി. റെറ്റിനയിൽ ധാരാളം രക്തക്കുഴലുകൾ കാണപ്പെടുന്നു. സി. ശബ്ദഗ്രാഹികൾ ഓർഗൻ ഓഫ് കോർട്ടിയിൽ സ്ഥിതി ചെയ്യുന്നു. ഡി. ജേക്കബ്സൺസ് ഓർഗൻ പാമ്പിന്റെ നാക്കിൽ സ്ഥിതി ചെയ്യുന്നു. ഇതിൽ ആൻസർ എന്നത് എയും സിയുമാണ് ശരിയായ പ്രസ്താവനകൾ. ക്വസ്റ്റ്യൻ നമ്പർ 34. തന്നിരിക്കുന്ന വിവരങ്ങൾ ഉൾപ്പെടുത്തി ഗന്ധം തിരിച്ചറിയുന്നതിനുള്ള പ്രവർത്തനങ്ങളുടെ ഫ്ലോ ചാർട്ട് ചിത്രീകരിക്കുക. എ. ആവേഗം ഗന്ധനാഡി വഴി സെറിബ്രത്തിലെത്തുന്നു. ബി. ഗന്ധകണികകൾ ശ്ലേഷ്മത്തിൽ കലരുന്നു. സി. ഗന്ധഗ്രാഹികൾ ഉദ്ദീപിപ്പിക്കപ്പെടുന്നു. ഡി. ഗന്ധകണികകൾ വായുവിൽ കലരുന്നു. ഇ. ഉച്ഛ്വാസവായു വഴി നാസാഗഹ്വരത്തിലെത്തുന്നു. എഫ്. ആവേഗം ഉണ്ടാകുന്നു. ഇനി ഇത് ഓർഡറിൽ എങ്ങനെയാണ് എഴുതുക എന്ന് നോക്കാം. സർ 1. ഗന്ധകണികകൾ വായുവിൽ കലരുന്നു. 2. ഉച്ഛ്വാസവായു വഴി നാസാഗഹ്വരത്തിലെത്തുന്നു. ഗന്ധകണികകൾ ശ്ലേഷ്മത്തിൽ കലരുന്നു. ഗന്ധഗ്രാഹികൾ ഉദ്ദീപിപ്പിക്കപ്പെടുന്നു. ആവേഗങ്ങൾ ഉണ്ടാകുന്നു. ആവേഗം ഗന്ധനാഡി വഴി സെറിബ്രത്തിലെത്തുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 35. ആന്തരകർണത്തിൽ രോമകോശങ്ങൾ കാണപ്പെടുന്നത്. എ. കോക്ലിയയിൽ മാത്രം. ബി. വെസ്റ്റിബ്യൂളിൽ മാത്രം. സി. അർദ്ധവൃത്താകാര കുഴലിൽ മാത്രം. ഡി. വെസ്റ്റിബ്യുലർ അപ്പാരറ്റസിലും കോക്ലിയയിലും. ഇതിൽ ആൻസർ എന്നത് ഡി ആണ്, വെസ്റ്റിബ്യുലർ അപ്പാരറ്റസിലും കോക്ലിയയിലും. ക്വസ്റ്റ്യൻ നമ്പർ 36. ചെവിയുടെ ഘടനയിലെ ഭാഗങ്ങൾ പട്ടികപ്പെടുത്തിയിരിക്കുന്നു. ഇതിൽ വിട്ടുപോയ ഭാഗങ്ങൾ കണ്ടെത്തി എഴുതുക. ചെവിയുടെ 3 പാർട്ടുകളാണ് കൊടുത്തിട്ടുള്ളത്. ബാഹ്യകർണം, മധ്യകർണം, ആന്തരകർണം. അതിൽ ബാഹ്യകർണത്തിൽ ചെവിക്കുട കൊടുത്തിട്ടുണ്ട്. ഇനി ചേർക്കാത്തതാണ് കർണനാളം. മധ്യകർണത്തിൽ കർണപടം, യൂസ്റ്റേഷ്യൻ നാളി എന്നിവ കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള ഒന്നാണ് അസ്ഥിശൃംഖല. ആന്തരകർണത്തിലെ ഭാഗങ്ങളാണ് അർദ്ധവൃത്താകാര കുഴലുകൾ, ശ്രവണനാഡി. അതിൽ കൊടുക്കാത്ത 2 കോക്ലിയ, വെസ്റ്റിബ്യൂൾ എന്നിവ. ക്വസ്റ്റ്യൻ നമ്പർ 37. എ കോളത്തിന് യോജിച്ചവ ബി സി കോളങ്ങളിൽ ക്രമീകരിക്കുക. എ. മയോപിയ. ബി. നേത്രഗോളം നീളം കൂടുതൽ. സി. കോൺകേവ് ലെൻസ് ഉള്ള കണ്ണട. 2. തിമിരം. ലെൻസ് അതാര്യമാകൽ. ലെൻസ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ. 3. ഗ്ലോക്കോമ. കണ്ണിൽ മർദ്ദം വർദ്ധിക്കൽ, ലേസർ ശസ്ത്രക്രിയ. 4. ചെങ്കണ്ണ്. ബി. ബാക്ടീരിയ. സി. ശുചിത്വം പാലിക്കൽ. ഇങ്ങനെയാണത് ഓർഡർ ചെയ്യേണ്ടത്. ക്വസ്റ്റ്യൻ നമ്പർ 38. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ പ്രസ്താവനകൾ മാത്രം തെരഞ്ഞെടുത്തെഴുതുക. എ. മനുഷ്യരിലെ 3 തരം കോശങ്ങളിലെ ഓപ്സിൻ തന്മാത്രകളിലെ അമിനോ ആസിഡുകളിൽ വ്യത്യാസമുണ്ട്. ബി. കോർണിയ അതാര്യമാകൽ തിമിരത്തിന്റെ ലക്ഷണമാണ്. സി. യൂസ്റ്റേഷ്യൻ നാളി കർണപടത്തെ സംരക്ഷിക്കുന്നു. ഡി. ആന്തരകർണത്തിലെ സ്തര അറയ്ക്കുള്ളിലെ ദ്രാവകമാണ് പെരിലിംഫ്. ഇ. ശബ്ദഗ്രാഹികൾ സ്ഥിതി ചെയ്യുന്നത് ഓർഗൻ ഓഫ് കോർട്ടിയിലാണ്. ഇതിൽ ആൻസർ എന്നത് എയും ഇയുമാണ്. എ. മനുഷ്യരിലെ 3 തരം കോശങ്ങളിലെ ഓപ്സിൻ തന്മാത്രകളിലെ അമിനോ ആസിഡുകളിൽ വ്യത്യാസമുണ്ട്. ഇ. ശബ്ദഗ്രാഹികൾ സ്ഥിതി ചെയ്യുന്നത് ഓർഗൻ ഓഫ് കോർട്ടിയിലാണ്. ക്വസ്റ്റ്യൻ നമ്പർ 39. ശരിയായ ജോഡി തെരഞ്ഞെടുത്ത് എഴുതുക. 1. നിശാന്തത, നിറങ്ങൾ തിരിച്ചറിയാത്ത അവസ്ഥ. 2. ഗ്ലോക്കോമ, കണ്ണിൽ അനുഭവപ്പെടുന്ന അതിമർദ്ദം. 3. ചെങ്കണ്ണ്, കണ്ണിലെ ലെൻസിന്റെ അതാര്യത. 4. സീറോഫ്താൽമിയ, മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ചശക്തിയില്ല. ഇതിൽ ആൻസർ എന്നത് രണ്ടാമത്തേതാണ്, ഗ്ലോക്കോമ, കണ്ണിൽ അനുഭവപ്പെടുന്ന അതിമർദ്ദം. നമ്പർ 40. ഫ്ലോ ചാർട്ട് പൂർത്തിയാക്കുക. ഇതിൽ എ
പൂരിപ്പിക്കേണ്ടത് എ ഫോട്ടോപ്സിനും ബി ഓപ്സിനുമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 41. ബോക്സിൽ നൽകിയിരിക്കുന്നവയെ മാതൃക അടിസ്ഥാനമാക്കി ജോഡികളാക്കി തിരിക്കുക. മാതൃകയായിട്ട് കൊടുത്തിട്ടുള്ളത് സ്രാവ്, പാർശ്വവര, പ്ലാനേറിയ, ഒമാറ്റിഡിയം, ഐസ്പോട്ട്, ജേക്കബ്സൺസ് ഓർഗൻ, സ്രാവ്, ഈച്ച, പാമ്പ്, പാർശ്വവര എന്നിവയാണ് പട്ടികപ്പെടുത്തേണ്ടത്. ആൻസർ പ്ലാനേറിയ, ഐസ്പോട്ട്, പാമ്പ്, ജേക്കബ്സൺസ് ഓർഗൻ, സ്രാവ്, പാർശ്വവര, ഈച്ച, ഒമാറ്റിഡിയം. ക്വസ്റ്റ്യൻ നമ്പർ 42. ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തി എഴുതുക. 1. ത്വക്കിൽ സ്പർശഗ്രാഹികൾ എല്ലായിടത്തും ഒരുപോലെ കാണപ്പെടുന്നില്ല. 2. ഗന്ധഗ്രാഹികളിൽ നിന്നുള്ള ആവേഗങ്ങൾ സെറിബെല്ലത്തിലെത്തുമ്പോഴാണ് ഗന്ധം അറിയുന്നത്. 3. മധുരം, ഉപ്പ്, പുളി, കയ്പ്, ഉമാമി എന്നീ രുചികൾ അറിയാനുള്ള സ്വാദുമുകുളങ്ങൾ നാവിലുണ്ട്. 4. കേൾവിയുടെ ആവേഗങ്ങളെ വെസ്റ്റിബുലാർ നാഡി ആവേഗങ്ങളുടെ സെറിബ്രത്തിൽ എത്തുന്നു. ഇതിൽ ആൻസർ എന്നത് 1, 3 എന്നിവയാണ് ശരിയായത്. ക്വസ്റ്റ്യൻ നമ്പർ 43. കേൾവിയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന ഫ്ലോ ചാർട്ട് പൂർത്തിയാക്കുക. നമുക്ക് നേരെ ആൻസറിലേക്ക് പോവാം. ചെവിക്കുട, കർണനാളം, കർണപടം, അസ്ഥിശൃംഖല, ഓവൽ വിൻഡോ, കോക്ലിയ, ഗ്രാഹികോശങ്ങൾ, ശ്രവണനാഡി, സെറിബ്രം, കേൾവി എന്ന അനുഭവം. ഇങ്ങനെയാണ് കേൾവിയുമായി ബന്ധപ്പെട്ട ഫ്ലോ ചാർട്ട് പൂർത്തിയാക്കേണ്ടത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ തന്നെ വരും. ഒന്നുകൂടി നോക്കാം. ചെവിക്കുട, കർണനാളം, കർണപടം, അസ്ഥിശൃംഖല, ഓവൽ വിൻഡോ, കോക്ലിയ, ഗ്രാഹികോശങ്ങൾ, ശ്രവണനാഡി, സെറിബ്രം, കേൾവി എന്ന അനുഭവം. ക്വസ്റ്റ്യൻ നമ്പർ 44. കണ്ണിലെ ലെൻസിന്റെ വക്രതയുടെ അടിസ്ഥാനത്തിൽ അടുത്തും അകലെയുമുള്ള വസ്തുക്കളെ നിരീക്ഷിക്കുമ്പോഴുള്ള മാറ്റങ്ങൾ സൂചിപ്പിക്കുന്ന ചിത്രങ്ങൾ ഏതൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞ് എഴുതുക. ആൻസർ അടുത്തുള്ള വസ്തുവിനെ നിരീക്ഷിക്കുന്നതിനെ സൂചിപ്പിക്കുന്ന ചിത്രമാണ് ചിത്രം ബിയും അകലെയുള്ള വസ്തുവിനെ നിരീക്ഷിക്കുന്നതിനെ സൂചിപ്പിക്കുന്ന ചിത്രം എയുമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 45. ഒരാൾ ക്രിക്കറ്റ് കളി കണ്ടുകൊണ്ടിരിക്കുന്നതിനിക്ക് മൊബൈലിൽ റിംഗ് ടോൺ കേട്ടു. അയാൾ പെട്ടെന്ന് മൊബൈലിലേക്ക് നോക്കി. ഈ ഘട്ടത്തിൽ നേത്ര ലെൻസിനും അനുബന്ധ പേശികൾക്കും സ്നായുകൾക്കും സംഭവിക്കുന്ന ഘടനാപരമായ മാറ്റം എന്ത്? ഇതിൽ ഘടനാപരമായി വരുന്ന മാറ്റങ്ങളാണ് ആൻസർ. സിലിയറി പേശികൾ സങ്കോചിക്കുന്നു, സ്നായുക്കൾ വിശ്രമാവസ്ഥയിലാകുന്നു, ലെൻസിന്റെ വക്രത കൂടുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 46. ആദ്യ പദജോടിയിലെ പദങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. എ. നേത്ര ലെൻസ് അതാര്യമാകുന്നു, തിമിരം. കോർണിയ അതാര്യമാകുന്നതാണ് സീറോഫ്താൽമിയ. ബി. സെറിബ്രോസ്പൈനൽ ദ്രവം തലച്ചോറിലെ കലകളിൽ കാണപ്പെടുന്നു. അക്വസ് ദ്രവം കണ്ണിലെ കലകളിൽ കാണപ്പെടുന്നു. ശ്രവണനാഡി കേൾവിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വെസ്റ്റിബ്യുലാർ നാഡി ശരീരതുലനവുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 47. റോഡോപ്സിന്റെ കുറവ് നിശാന്തതയിലേക്കും ഫോട്ടോപ്സിന്റെ കുറവ് വർണ്ണാന്തതയിലേക്കും നയിക്കുന്നു. പ്രസ്താവന വിലയിരുത്തി നിങ്ങളുടെ അഭിപ്രായം സാധൂകരിക്കുക. ആൻസർ ഭാഗികമായി ശരി. റോഡോപ്സിന്റെ കുറവ് നിശാന്തതയിലേക്ക് നയിക്കുന്നു. രണ്ടാമത്തെ ഭാഗം തെറ്റാണ്. ചുവപ്പും പച്ചയും നീലയും തിരിച്ചറിയാൻ സഹായിക്കുന്ന വ്യത്യസ്ത കോൺ കോശങ്ങൾ റെറ്റിനയിൽ ഉണ്ട്. നിർദ്ദിഷ്ട കോൺ കോശങ്ങളുടെ തകരാറ് മൂലം ചിലർക്ക് ചുവപ്പും പച്ചയും കഴിയാത്ത അവസ്ഥയാണ് വർണ്ണാന്തത. ക്വസ്റ്റ്യൻ നമ്പർ 48. ഒരു വ്യക്തി വരണ്ട കോർണിയ കൊണ്ട് വിഷമിക്കുന്നു. അതിലേക്ക് നയിച്ച കാരണത്തെ അടിസ്ഥാനമാക്കി മൂന്ന് പരികൽപ്പനകൾ രൂപീകരിക്കുക. ആൻസർ വൈറ്റമിൻ എയുടെ കുറവാകാം, ശ്ലേഷ്മം ഉൽപ്പാദിപ്പിക്കാനുള്ള കൺജങ്ക്റ്റൈവയുടെ കഴിവ് നഷ്ടപ്പെട്ടതാകാം, കണ്ണുനീരിന്റെ ഉൽപ്പാദനം തടയപ്പെട്ടതാകാം. ക്വസ്റ്റ്യൻ നമ്പർ 49. ചിത്രങ്ങൾ നിരീക്ഷിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. എ. ചിത്രം എ, ബി എന്നിവ തിരിച്ചറിയുക. ബി. നിശാന്തതയ്ക്ക് കാരണം ഏത് കോശത്തിന്റെ വർണ്ണകത്തിന്റെ കുറവാണ്. സി. വർണ്ണാന്തതയ്ക്ക് കാരണം ഏത് കോശവുമായി ബന്ധപ്പെട്ട തകരാറാണ്. ഇതിൽ ആൻസർ എ എന്നതിൻ്റെ ആൻസർ എന്നത് ചിത്രം എ റോഡ് കോശവും ബി കോൺ കോശവുമാണ്. ബി. ചിത്രം എയിലെ ബി ക്വസ്റ്റ്യൻ എന്നത് നിശാന്തതയ്ക്ക് കാരണം ഏത് കോശത്തിലെ വർണ്ണകത്തിന്റെ കുറവാണ്. ആൻസർ ചിത്രം എയിലെ വർണ്ണകത്തിന്റെ കുറവ്, അതായത് ചിത്രം എയിൽ റോഡ് കോശത്തിന്റെ വർണ്ണകത്തിന്റെ കുറവാണുള്ളത്.
സി. വർണ്ണാന്ധതയ്ക്ക് കാരണം ഏത് കോശവുമായി ബന്ധപ്പെട്ട തകരാറാണ്? ആൻസർ ബിയിലെ, അതായത് കോൺ കോശത്തിന്റെ തകരാറ് മൂലമാണ് വർണ്ണാന്ധത ഉണ്ടാവുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 50. ഒറ്റപ്പെട്ടതേത് സാധൂകരിക്കുക? ഓർഡർ ഓഫ് കോർട്ടി, മാലിയസ്, ഉമാമി, ഇൻകസ്. ഇത് നമുക്ക് കേട്ടാൽ തന്നെ അറിയാം, രുചികളെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ഉമാമിയാണ് രുചിയുമായി ബന്ധപ്പെട്ടത്. ക്വസ്റ്റ്യൻ നമ്പർ 51. കേൾവിയുമായി ബന്ധപ്പെട്ട ചില ഭാഗങ്ങൾ ചുവടെ തന്നിരിക്കുന്നു. ഓരോ ഭാഗത്തിൻ്റെയും മുഖ്യധർമ്മം എഴുതുക. ആൻസർ അസ്ഥിശൃംഖല, യുസ്റ്റേഷ്യൻ നാളി, റൗണ്ട് വിൻഡോ എന്നിവയുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളാണ് എഴുതേണ്ടത്. അസ്ഥിശൃംഖല എന്നത് കർണപടത്തിലെ കമ്പനങ്ങളെ വർദ്ധിപ്പിച്ച് ആന്തരകർണത്തിലേക്ക് എത്തിക്കുന്നു. യുസ്റ്റേഷ്യൻ നാളി കർണപടത്തിന് ഇരുവശത്തും മർദ്ദം തുല്യമാക്കി കർണപടത്തെ സംരക്ഷിക്കുന്നു. റൗണ്ട് വിൻഡോ കോക്ലിയക്ക് അകത്തുള്ള ദ്രവത്തിന്റെ ചലനത്തെ സഹായിക്കുന്നു. ബാക്കി ക്വസ്റ്റ്യൻസുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും വരാം. അതുവരേക്കും ബൈ.